എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രുചികരമായ ഒരു മുട്ടക്കറി ആയാലോ? തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയമൊന്നും നമുക്ക് എടുക്കത്തില്ല, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് ഈ ഒരു മുട്ടക്കറി നല്ല കിടു കോമ്പിനേഷൻ തന്നെ. നല്ല കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഈ മുട്ടക്കറി തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ? മീഡിയം വലുപ്പമുള്ള 2 സവോളയാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. വളരെ കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഇവ 3ഉം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ്. പിന്നെ നമുക്കൊരു തക്കാളി ആവശ്യമുണ്ട്. പാനിലോട്ടൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയുണ്ടല്ലോ, സവോള ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തണ്ട് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള കനം കുറഞ്ഞരിഞ്ഞതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഉള്ളി നമ്മൾ വഴറ്റിയെടുക്കുന്നത് അടച്ചു വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടുപോകരുത്. നമ്മൾ അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് നല്ല സോഫ്റ്റായി കിട്ടും. അതുപോലെ തന്നെ കറിയിലോട്ട് ഈ ഉള്ളിയുടെ പീസുകളൊന്നും കാണാത്ത രീതിയിൽ തന്നെ അലിഞ്ഞ് കിട്ടുകയും ചെയ്യും. അധികം സമയം എടുക്കത്തില്ല നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് വഴറ്റിയെടുത്ത് നോക്കൂ. നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും ഉള്ളി വഴന്ന് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ചതച്ചതായതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ പൊടികളൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ഒരു തക്കാളി നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ, അത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി മിക്സിയുടെ ജാറ് കഴുകി ഒരു ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിനി അടച്ചു വെച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിക്കുള്ള ഗ്രേവി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവിയിൽ കാണാത്ത രീതിയിൽ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 8 കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. ആ അരച്ച പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കറി നല്ല തിക്കായി കിട്ടും, നല്ല രുചി കൂടുകയും ചെയ്യും. ഇനി മുട്ടക്കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവും തക്കാളിയുടെ പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒഴിവാക്കല്ല. അങ്ങനെ ആകുമ്പോഴാണ് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ കറി കിട്ടുന്നത്. മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട പുഴുങ്ങി ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ മുട്ടയുടെ ഉള്ളിലോട്ടൊന്ന് പിടിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. 2-3 വരയൊന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം ആ ഉള്ളിലോട്ട് ആ മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഇനി ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. കറി റെഡിയായി കഴിഞ്ഞു. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി മുട്ടക്കറി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഗ്രേവിക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല രുചികരമായിട്ടുള്ള ഒരു മുട്ടക്കറി തന്നെയാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവെച്ചത്. മുട്ടയുടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് അടച്ച് കുക്ക് ചെയ്താൽ മാത്രം മതി. ആ മുട്ടയിലോട്ട് ആ മസാലക്കൂട്ടൊന്ന് പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ലേശം മല്ലിയില ചോപ്പയോടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും ഈ ഒരു മുട്ടക്കറി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വഴന്ന് ആ ഗ്രേവിയിലോട്ട് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കുറുകിയാണ് ഈ ഒരു കറി നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കൂട്ടുകാർ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക മുട്ടക്കറി. ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ച ഈ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടം കൂടെ അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാനായിട്ട് മറന്നു പോകല് ഈ ഒരു റെസിപ്പി കൂട്ട്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.